ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഇവിടുത്തെ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹം പ്രകടനങ്ങളൊക്കെയാണ്. എനിക്ക് മാംഗോ ബാറ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് വാങ്ങി കഴിച്ചേ. പിന്നെ ഞങ്ങൾ സ്റ്റാളുകാരുടെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുപ്പിവെള്ളം കണ്ടു. കുപ്പിവെള്ളം എനിക്ക് ഭയങ്കര വീക്ക്നെസ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കുപ്പിവെള്ളം ഇട്ട് നടക്കാൻ. എന്തോ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവെള്ളം. അങ്ങനെ വർഷത്തെ നല്ല കരിവള കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഞാനൊരു പച്ച വള വാങ്ങി. ഈ ഒരു പച്ച കളർ ഞാൻ കുറേ ഷോപ്പിലൊക്കെ തിരഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റിയൊരു അളവിലുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കിട്ടിയ സന്തോഷത്തിലാണ്. പിന്നെ നമ്മളെ നൊസ്റ്റാൾജിക് ഐറ്റമായി ഒരു കുരങ്ങന്മാരുണ്ടായിരുന്നു അവിടെ. പിന്നെ നാലാളെ പറ്റി കുറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് വീണ്ടും തേരാപ്പാര അതിലും ഇങ്ങോട്ട് തെണ്ടി നടക്കുന്നത്. വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ലാസ്റ്റ് ആളുടെ അടുത്ത് പോകും, അവിടുന്ന് ഓരോരോ സാധനങ്ങളൊക്കെ നോക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ബജ്ജിയൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിട്ടോ. കോളിഫ്ലവർ ബജ്ജി എൻ്റെ ഫേവറേറ്റ് വണ്ണ. ഞാൻ ഈ ബീച്ചിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഒക്കെ ഞാൻ വാങ്ങിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്. മറ്റേ നമ്മളെ മന്ത്രിയുടെ ശുപാർശക്കത്തൊക്കെ വേണം നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാൻ, ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ അത് വാങ്ങി നേരെ നമ്മൾ സോസ് ഒന്നും ഒഴിക്കേണ്ടാവും കേട്ടോ. കാരണം ആ സോസ് ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് അത്ര കൂടി ഇഷ്ടമല്ല എന്നല്ല, സോസ് ഒഴിക്കുമ്പോൾ എനിക്കിതിങ്ങനെ വെറുതെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ നാലാളെ പറ്റി പ്രദോഷനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കന്നെ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ തിന്ന് വെള്ളം കുടിക്കാതെ നടക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. അങ്ങനത്തെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം വെല്ലിച്ചനും എല്ലാവരും വരുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവർ വന്ന സമയത്ത് വെല്ലിച്ചൻ പോയിട്ട് നല്ല മുളക് ബജ്ജി വാങ്ങി വന്നു. അങ്ങനെ അതിൽ ഞങ്ങൾ എല്ലാവരും എടുത്ത് കഴിച്ചിട്ട് എല്ലാവർക്കും പിന്നെ വയറൊക്കെ നിറഞ്ഞു. നമ്മൾ ഇത്തിരി സാധനങ്ങൾ ഇങ്ങനെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ എന്ത് കഴിക്കാൻ കിട്ടിയാലും വയറ് നിറഞ്ഞാലും ഞാനങ്ങനെ കഴിക്കും, വേണ്ടാന്ന് വെക്കില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം തെറമുട്ടായി. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തിരക്കി പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന സാധനം. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ആ തിരയൊക്കെ ഉള്ളു. അപ്പൊ വിചാരിച്ചു അത് ആകുമ്പോഴേക്ക് വരാന്നുള്ള. അങ്ങനെ എന്നെ ഡ്രോപ്പ് ചെയ്ത് റിനോയിട്ടിനും വർഷയും വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ അതാ ശ്രീകുണ്ടെ ഫ്രണ്ട്സും ആരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തേക്ക് അത്രയുള്ള ബൈ ബൈ, ലവ് യു.